പുസ്തകം 21-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. പൈതൽ വളർന്നു, മുലകുടി മാറി. അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. എപ്പോഴാണ്? ഇസഹാക്കിന്റെ മുലകുടി മാറിയപ്പോൾ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രൈം ദാസി ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ടു. അബ്രഹാമിനോട് ഈ ദാസിയെയും മകനെയും പുറത്താക്കി വിട്ടുകളയുക, ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. കാരണം അതിന്റെ പൊരുൾ ഇങ്ങനെയാണ്: ഇവരൊരു അടിമവേലക്കാരിയായിരുന്നു. ഹല്ലേലൂയ. അപ്പോ സാറ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, നമുക്കറിയാം അടിമവേലക്കാരിയല്ല. ഹല്ലേലൂയ. മറ്റവൾ അടിമവേലക്കാരിയായിരുന്നു. ഈ അടിമവേലക്കാരിയിൽ ജനിക്കപ്പെട്ട കുഞ്ഞ് അബ്രഹാമിൻ്റെതാണ്. പക്ഷേ സാറാക്ക് ഇസഹാക്കിനോട് ചേർത്ത് യവനെ ഹല്ലേലൂയ ഉൾക്കൊള്ളുവാൻ ഹല്ലേലൂയ കഴിയുന്നില്ല. കാരണം അതുകൊണ്ട് സാറ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവനെ ഇവിടുന്ന് ഇറക്കി വിടണം. അവന്റെ പേര് ഇസ്മായേൽ എന്നാണ്. ഹല്ലേലൂയ, ആമേൻ. ഹാഗറിനെയും സാറ ഹല്ലേലൂയ ഇസ്മായേലിനെയും ഉടൻ ഇറക്കി വിടണം. ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാം ഇത് അംഗീകരിക്കുവാൻ ഇടയായി. ഇറക്കി വിട്ട് അങ്ങനെ ആമേൻ കയ്യിൽ ഒരു അടയും ഒരു തുരുത്തിയിൽ വെള്ളവുമായി യാത്ര പോകുന്നത് നമുക്ക് താഴോട്ട് വരുമ്പോൾ കാണുവാൻ കഴിയും. ഇന്ന് പൽക്കാലം നിങ്ങൾ അടിമത്വത്തിലല്ല, നിങ്ങൾ അടിമനുഖത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്. അടിമനുഖത്തിൽ നിന്ന് പുറത്തു വന്ന ദൈവമക്കളെ കുറിച്ച് ഞാൻ നിങ്ങളോട് ആധികാരികമായി വെളിപ്പെടുത്താം. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ നിന്ന് അടിമത്വത്തിൽ നിന്നുകൊണ്ട് പുറത്തു വന്ന ഒരു ജനതയെ വെളിപ്പെടുത്തുന്നു. ആരാണ്? അപ്പോസ്തലന്മാര്. അവരടിമനുഖത്തിൽ നിന്നുകൊണ്ട് പുറത്തു വന്നവർ മർക്കോസിന്റെ മാളികാ മുറിക്കകത്ത് 120 പേർ കൂടുന്ന ഒരു സംഘം ഇരുന്ന് ദൈവത്തോട് സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര നാളുകളായെന്നറിയാമോ? 50 ദിവസങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നു. ഈ 50-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത വേദപുസ്തകത്തിനകത്ത് വെളിപ്പെടുത്തി കൊടുത്തു. എന്താ കാരണമെന്നറിയാമോ? ഈ 50-ാമത്തെ ദിവസം വന്നപ്പോ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഈ 120 പേര് ഇടുന്നിടത്തേക്ക് ഇറങ്ങിച്ചെന്നു. അതിങ്ങനെയാണ് ബൈബിൾ പറയുന്ന: ആകാശത്തൊരു മുഴക്കമുണ്ടായി, ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് ആ മുഴക്കം ഇറങ്ങി വന്നത് മർക്കോസിന്റെ മാളികാ മുറിക്കകത്താണ്. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. മുറിക്കകത്ത് 50 ദിവസങ്ങൾ കൊണ്ടിരിക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ നടുവിൽ വെളിപ്പെട്ടു. അന്ന് മുതൽ നിന്റെ അടിമത്വം മാറാൻ പോകുകയാണ്. പുതിയ നിയമത്തിലെ വിശ്വാസി, നിനക്ക് അടിമത്വമില്ല, നിനക്ക് അടിമനുഖമില്ല. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 9-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം പറയുന്നു: ആധിപത്യം നിന്റെ തോളിൽ ഇറങ്ങും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടു. ആധിപത്യം അവന്റെ തോളിലിരിക്കുക. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവെന്ന് അവന് പേർ വിളിക്കപ്പെടുമെന്ന് വേദപുസ്തകം പറയുന്നു. ഇന്ന് ചില തോളിൽ നിന്ന് നുകം ഇറങ്ങാൻ പോകുകയാണ്. നിന്റെ നന്മയെ അടച്ചു വച്ചിരിക്കുന്ന, നിന്റെ ഭാവിയെ അടച്ചു വച്ചിരിക്കുന്ന, നിന്റെ വാഗ്ദത്തങ്ങളെ അടച്ചു വച്ചിരിക്കുന്ന ചില നുകം നിന്റെ തോളിൽ നിന്ന് പോൽക്കാലം താഴേക്ക് വീഴാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് എറിയുന്ന ഒരുവനെയാ ഞാൻ പ്രസംഗിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ എറിയാൻ നിനക്ക് മനസ്സുണ്ടോ? ഇത് പോൽക്കാലം വലിച്ചെറിഞ്ഞോ. വെൽക്കം വെൽക്കം വെൽക്കം. ഓ സുഡബല ബല ബല റിവന ഗഡഗമന റിവൽ ഖമന ഗഡഗം ഉത്തമ രഗനം വൈഡേ മനഗ രഗന ഗഡഗസിയ. അഭിഷേകം പ്രാപിക്കേണ്ടവർ അഭിഷേകം പ്രാപിച്ചോ, ആത്മവരങ്ങൾ പ്രാപിക്കേണ്ടവർ ആത്മവരം പ്രാപിച്ചോ. തലേ ആധിപത്യം നിന്റെ തോളിൽ നിന്ന് തകരും. തലേ അടിമത്തെ നമ്മൾ കാണുകയാണ്. അടിമ വേലക്കാരിയുടെ കുഞ്ഞിനെ അടിമത്വത്തിലാക്കി വെക്കുവാൻ സാറായ്ക്ക് ഹല്ലേലൂയ സ്വീകരിക്കാൻ മനസ്സില്ല. ഹല്ലേലൂയ ആമേ സ്വന്തമെന്ന് സ്വീകരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടൊന്ന് ഇറക്കി വിടണമെന്ന്, ഇറക്കി വിടണം. ഇസഹാക്കിനോട് ചേർത്ത് സ്വീകരിക്കുവാൻ എനിക്കൊരിക്കലും സാധ്യമല്ല. കാരണം അവരുടെ വീട്ടുവേലക്കാരിയ, അവരുടെ അടിമവേലക്കാരിയ.
അതുകൊണ്ട് അവൾക്ക് ജനിക്കപ്പെട്ട കുഞ്ഞിനെ ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചേർത്ത് സമത്വം കൊടുക്കുകയില്ല. ഇന്ന് പോൽക്കാലം നീ ഒരു കാര്യം ഓർത്തോണം. ഹല്ലേലൂയ, ആമേൻ ആമേൻ. ഈ പുസ്തകം എന്ത് പറയുന്നു അതിനകത്തൊന്ന് കേറിക്കോണം കേട്ടോ, ഒന്ന് കേറിക്കോണം. യേശുവിന്റെ വരവെടുത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. 2025 നീ കടന്നിരിക്കുകയാണ്. ഈ പോൽക്കാലം വിശ്വസിക്ക്. മണവാളൻ എപ്പോഴും വരും നിശ്ചയം തന്നെ. അവനായി ഒരുങ്ങിയിരിക്കുന്ന ദൈവസഭ ഉണ്ടെങ്കിൽ, ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരങ്ങളെ തട്ടി മഹിമപ്പെടുത്തുന്നു. കർത്തരുടെ നാമം നിങ്ങളുടെ മേൽ മഹത്വപ്പെടട്ടെ. കർത്തരുടെ ആവി നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. പൊല്ലാതെ ആവികൾ തകരട്ടെ. വായികളെ തുറന്ന് അടിമത്തം മാറാൻ പോകുന്നു. അടിമനുഖം മാറാൻ പോകുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ ജനമേ, നിങ്ങൾക്കൊരു അടിമവേല അല്ല. ഹല്ലേലൂയ. നിങ്ങൾ വന്നിരിക്കുന്ന കൃപായുഗത്തിന്റെ കാലഘട്ടത്തിലാണ്. ആത്മാവിന്റെ യുഗത്തിലോട്ടാണ്, ആത്മവരങ്ങളുടെ യുഗത്തിലോട്ടാണ്. ഈ യുഗത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ജീവിതം കടത്തുകൊണ്ടിരിക്കുന്ന, ജീവിതത്തെ കടത്തിക്കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളോട് ആത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾക്കായി ഒരുവൻ ജീവനെ വെടിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്കായി ഒരുവൻ ജീവനെ വെടിഞ്ഞു. ആ ജീവൻ വെടിഞ്ഞവനെ, അവന്റെ ഓരോ തുള്ളി ചോരയുടെ വില ഓർത്ത് നിങ്ങൾ അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. സംഘടനയൊന്നും യേശുവിനുള്ളതല്ല, സഭ ദൈവത്തിൻ്റെത്. അത് ഏത് സഭയെന്നറിയാമോ? മുന്തിരിത്തോട്ടമാകുന്ന സഭയെ കുറിക്കുന്നുണ്ട്. മുന്തിരിത്തോട്ടമാകുന്ന നാബോക്കിന്റെ സഭയെ ആഹാബിന് മോഹം കൂടുമ്പോൾ ആഹാബിന്റെ മോഹത്തിന് സ്ഥാനമില്ല ദൈവമക്കളെ. കാരണം ക്രിസ്തുവാകുന്ന മുന്തിരിത്തോട്ടമാകുന്ന സഭ, ഈ സഭയുടെ പ്രത്യേകത എന്നറിയാമോ? ഊർജ്ജമുള്ള മുന്തിരിക്കാകൾ ഉണ്ടാകും. ഇത് ഏത് രോഗത്തിനും ഔഷധ സിദ്ധി കൊടുക്കുന്ന, ഏത് രോഗത്തെ ശമിപ്പിക്കുന്ന, ഏത് ബന്ധനത്തെ ശമിപ്പിക്കുന്ന, ഏത് പ്രശ്നത്തെ ശമിപ്പിക്കുന്ന, ഏത് കാഠിന്യമേറിയ ബന്ധനങ്ങളെ ശമിപ്പിക്കുന്ന നല്ല ഫലമുള്ളതായി മാറും. അതുകൊണ്ട് ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞാനിപ്പോൾ അടിമത്തത്തിലല്ല. ഇനി വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ഹോളി സ്പിരിറ്റ് പ്രാപിക്കുകയും ചെയ്യാതിരുന്നാൽ അടിമത്തത്തിൽ തന്നെയാണ്. ഞാൻ പറയുകയല്ല, വേദപുസ്തകം പറയുന്നു അടിമത്തത്തിൽ തന്നെയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ വരുമ്പോ അടിമത്വം മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, നല്ല കൊമ്പുകളായിരിക്കണം, പിന്നെ ഹല്ലേലൂയ ഫലമില്ലാത്തതൊക്കെയാണെങ്കിൽ, ആത്മാവില്ലാത്തതൊക്കെയാണെങ്കിൽ കർത്താവ് പുറത്ത് കളയും. പുറത്ത് നീക്കിക്കളയാതിരിക്കേണ്ടതിന് നല്ല ഫലം കായ്ക്കണം. ഹല്ലേലൂയ. നല്ല ഫലം കായ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം കാണണമെന്ന് തോന്നുന്നത് ഇടുന്നത് നിനക്ക് നല്ലതാണ്. നീ പ്രസംഗിച്ച് മറ്റുള്ളവരോട് പറയും, വെള്ളവസ്ത്രധാരി ദൂതന്മാർ എന്റെ പിന്നാലെയല്ല എന്റെ മുന്നാലെ പോകുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് നീ നടക്കുന്നത് നിന്നെ വേറെ ചിലർ കാണണമെന്ന്. അവര് കാണുന്നത് നമ്മൾ ധരിക്കണ്ട, ദൈവം കാണുന്നത് ധരിച്ചാൽ മതി. എങ്കിൽ നീയായിട്ട് മാറും, നിന്റെ പേരും വലുതാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ. രക്തത്താൽ ജയമെടുക്കുന്നു. ഇത് സഭാരാധനയാണ്, ഇത് വിശുദ്ധ ആരാധനയാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കുന്ന ദിവസമാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ദൈവത്തിന് കൊടുക്കുന്ന ദിവസമാണ്. ഈ ദിവസം ദൈവത്തിനുള്ള ദിവസമാണ്. ഇത് നമുക്കുള്ള ദിവസമല്ല, ഇത് ദൈവത്തിനുള്ള ദിവസം. നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ദിവസം, ദൈവത്തെ ആരാധിക്കുന്ന ദിവസം, ദൈവത്തെ സ്തുതിക്കുന്ന ദിവസം, ദൈവത്തെ സാക്ഷിക്കുന്ന ദിവസം, ദൈവസന്നിധിയിൽ കാലടക്കി ഇരിക്കുന്ന ദിവസം. ഈ ദിവസത്തിന്റെ പ്രത്യേകത, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. വരുവീൻ, വണങ്ങി നമസ്കരിപ്പീൻ, അവന്റെ നാമത്തെ സ്തുതിപ്പാൻ ഉള്ള ദിവസം. ഈ ദിവസം ദൈവത്തിന് കൊടുക്കേണ്ട ദിവസം അത്രേ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒത്തിരി പേര് കടന്നു വന്നു. ഞാനിങ്ങനെ ഒരിടത്ത് ഇരിക്കുകയാണ്, മറ്റൊരു ദൈവദാസനുമായി സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്ന സമയത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. എന്നെ അടുത്തൊരാൾ തേടി മറ്റൊരു മീറ്റിംഗിലേക്ക് പോകുവാൻ ഞാൻ നിൽക്കുമ്പോൾ ഇതേ ക്ഷണിച്ച ദൈവദാസനോട് ഞാൻ 1-2 ആലോചനയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് പുറപ്പെടാനിരിക്കുമ്പോൾ ഇവരോട് ഞാൻ ഒരു ദൂതും പറഞ്ഞില്ല.
ഇവരോട് ഞാനൊരു ദൂതം പറഞ്ഞില്ല. പറയാതെ പോകുന്നതും ഇവരെ എന്നെ പിന്തുടരുവാൻ തുടങ്ങി. അവരെന്നോട് പറഞ്ഞു, ഞാൻ ആ ദൈവദാസനെ ഞങ്ങളുടെ ചർച്ചിൽ ക്ഷണിച്ചിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ടൊന്ന് വന്നോ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരുടെ ക്ഷണിച്ചിട്ടുണ്ടെന്ന്. നിന്റെ അടുക്കൽ ചിലത് ഇറങ്ങാൻ പോവുക, നിന്നെ തേടി ചില ദൈവദൂതന്മാർ വരാൻ പോവുക. ചില ദൂതന്മാർ വരാൻ പോവുക. അതേ സഹോദര സഹോദരി, ദൈവദൂതന്മാർ വരാൻ പോവുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാർ സാധാരണ വ്യക്തിയല്ല, നീ അസാധാരണ വ്യക്തിയായി പൗലോസിനെ പോലെ ഒരു അസാധാരണ മനുഷ്യനായി ദൈവം നിന്നെ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അകതളങ്ങളിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അല്ലൊരു സ്വോത്രം പാടുക. വെൽക്കം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അടിമ വേലക്കാരി ഇറക്കി വിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ വലിയ ചർച്ചിൽ ആരാധിക്കുന്നവരല്ലേ, അവിടെ ഇത്രയായിരം ജനമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ഉണ്ടായിരുന്നിട്ട് കാര്യമെന്നാന്ന്. ഈ കാര്യത്തിന്റെ ആലോചന ഞാൻ ആക്ച്വലി ഉടനെ തന്നെ ഞാനൊന്ന് വിവേചിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, മറ്റുള്ളവർക്ക് പകരുന്ന വരമില്ല. വെൽക്കം. അർത്ഥമാനം വൈഡവേദി ദൂരപ്രവിടി മനാ റഗൽഖമാനയ റിവനെ ഹസിയാന റഗനെ റഗൽഖമാന അർത്ഥമാനം വൈഡവേദിയാനഗസിയ. എല്ലാവരും ആരാധിച്ചു തുടങ്ങിയാട്ട് ചിലർക്ക് പകരുന്ന പകൽക്കാലമാണ്. പലരും പകൽക്കാലം വീട്ടിനകത്തിരിക്കുമ്പോ നമ്മളോട് ആരാധിക്കേണ്ട ധാരാളം വ്യക്തികൾ ചേറുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോ ഇന്ന് പകൽക്കാലം അനുഭവിക്കുന്ന ദൈവമക്കൾ പറ, ഞാൻ ഇന്ന് പ്രാപിച്ചിട്ടേ പോകും, ഈ യേശുമായി ഞാൻ യാത്ര ചെയ്യും നിശ്ചയം. അധികമില്ല യാത്രയധികമില്ല. കൊടുങ്കാറ്റും തിരമാലയും നിന്റെ പടകിന് നേരെ വരുമ്പോ യാത്ര തുടർന്ന് കൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. ഞാൻ അത് കഴിയുമ്പോ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു, നിലകൾ സഭകൾ കെട്ടിപ്പോക്കും. കുറിച്ചിട്ടോ. ഇത് അടിക്കുന്ന ആലയമല്ല, ഇത് അടിക്കുന്നവനെ പിടിക്കുന്ന ആലയമാ. ഇത് പൊക്കിയെടുക്കുന്ന ആലയമാ. സ്വർഗരാജ്യത്തിന് വേണ്ടി പൊക്കിയെടുക്കാൻ ഒന്ന് മുക്കുമ്പോ നിന്റെ പാപത്തെ ഒഴുകുന്ന വെള്ളത്തിൽ പോകുക. എന്നിട്ട് നീ ഒരു ശുദ്ധീകരണം പ്രാപിച്ചിട്ട് പൊക്കിയെടുക്കുന്ന സ്ഥലമാണ് ഇത്. വിശുദ്ധന്മാരുടെ സ്ഥലമാ. സ്തോത്രം പറഞ്ഞോ. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. അപ്പോ ഹാഗറിനെ ഇറക്കി വിട്ടു. സാറായുടെ വാക്ക് അബ്രഹാമിന് കേൾക്കാതിരിക്കാൻ ഒരിക്കലും ചാൻസുകളില്ല. ഇറക്കി വിട്ടു. കാരണം ഇവൾ ഇവിടുത്തെ അടിമ വേലക്കാരിയാ. ഇവൾ എനിക്ക് ഊഴിവേല ചെയ്യാൻ വന്നവളാണ്. ഓക്കെ, നിന്നിൽ ഒരു കുഞ്ഞ് നമുക്ക് ജനിച്ചിരിക്കുന്നു. പക്ഷെ കുഞ്ഞിന്റെ പേര് കൊള്ളത്തില്ലേ? ഇസ്മായിൽ എന്ന. ഇസ്മായിലിനെ ഹല്ലേലൂയ ആ കുഞ്ഞിന്റെ അമ്മയുമായി ഉടനെ ഇറക്കി വിട്ടോണം എന്ന് പറഞ്ഞു. അബ്രഹാം ഇറക്കി വിടുകയാണ്. ഇറക്കി വിടുമ്പോൾ നടന്ന് തളർന്നു പോകുന്ന അവസ്ഥ കണ്ട് കുഞ്ഞാകെ ടയേർഡായി. കുഞ്ഞിന്റെ ശരീരത്തിൽ ജലാംശം തീർന്നിട്ട് ആകമാനം മരണത്തോട് മല്ലടിക്കുന്ന കുഞ്ഞിനെ ഈ അമ്മ കാണുമ്പോൾ നടന്നവരെവിടെ എത്തിയെന്നറിയാമോ? നല്ലൊരു മരുഭൂമിയിലെത്തി. ആ മരുഭൂമിയുടെ പേരെന്നതെന്നറിയാമോ? ബെർസേബ മരുഭൂമി. ആ മരുഭൂമിയിലേക്ക് ചെന്നിട്ട് അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്ന് കുറുങ്കാട്ടിലേക്കിട്ടിട്ടില്ല, എതിരെ കാണത്തക്ക നിലവാരത്തിൽ ബൈബിളിൽ ഞാൻ പറയുകയാണ്, കുഞ്ഞിനെ കുറുങ്കാട്ടിൽ കൊണ്ടുവന്നിട്ട് അമ്മ എതിരെ ഇരുന്ന് ഹല്ലേലൂയ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചിലര് പ്രസംഗിക്കുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കളഞ്ഞതല്ല വൃത്തുത, അമ്മ എതിരെ ഇരിക്കുകയാണ്. കുഞ്ഞിന് എന്ത് ഭവിക്കുമെന്ന് അതേ ദൂതൻ ഹല്ലേലൂയ ടൈമില് ദൈവത്തിന്റെ ദൂതന്റെ ശബ്ദം കേൾക്കുന്ന ഹല്ലേലൂയ ആ മാതാവിനോട് പറയുകയാണ്, നിന്റെ ബാലനെ ആ തുരുത്തിയിൽ ഹല്ലേലൂയ വെള്ളമെടുത്തിട്ട് ഹല്ലേലൂയ ഈ ബാലന് കൊടുക്കുക എന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോ അമ്മ
മോശയുടെ കരത്തിലിരിക്കുന്ന തുരുത്തി കൊണ്ടുചെന്ന് ഹല്ലേലൂയ മരുഭൂമിയിൽ നിന്ന് ജീവ ഉറവയെടുത്ത് ബാലനെ കൊടുത്ത് രക്ഷിച്ചു. ബൈബിൾ പറയുന്നു അവൻ വളർന്ന് വില്ലാളിയായി. ഒരു വില്ലാളിയായി മാറാൻ ദൈവത്തിന്റെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലും നമ്മൾ പറയും അടിമക്കുട്ടിയല്ലേ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നീ ഒരിക്കലും അടിമത്വത്തിലല്ല. അടിമമുഖം തകർത്തുകൊണ്ട് തമ്പുരാൻ നിന്നെ പുറത്തോട്ട് കൊണ്ടുവന്നു. അടിമമുഖം തകർത്തിട്ട് ദൈവം നിന്നെ പുറത്തോട്ട് കൊണ്ടുവന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു ഹല്ലേലൂയ, ഇതിനകത്തൊരു വ്യക്തിക്ക് ബിപിയുടെ പ്രശ്നത്താൽ ഹല്ലേലൂയ തലചുറ്റൽ വന്നിട്ട് ഓർഗാനം ഒമട്ട് ചെയ്യുന്ന ഒരു രോഗാത്മാവിനെ കർത്താവ് അഴിക്കാൻ പോകുന്നു. അങ്ങനെ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പോൽക്കാലം പ്രാർത്ഥിച്ച് ജയമെടുത്തോ. ആ രോഗാത്മാവിനെ ഞാൻ റിസൈൻ ചെയ്യുകയാണ്. ആ രോഗാത്മാവിനെ പുറത്തു മാറട്ടെ. ആ രോഗത്തോട് കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ദൈവ ജനത്തെ വിട്ട് മാറിപ്പോക. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി, വായികളെ തുറന്നുകൊണ്ട് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഓ പോരാ, പോരാ, പോരാ. നിങ്ങളുടെ യാതരങ്ങൾ ചലിക്കട്ടെ, നിങ്ങളുടെ യാതരങ്ങൾ ചലിക്കട്ടെ, നിങ്ങളുടെ യാതരങ്ങൾ ചലിക്കട്ടെ, നിങ്ങളുടെ വായികൾ തുറക്കട്ടെ. കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ഓ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പോൽക്കാല ദൈവത്തെ സ്തുതിക്കുന്നു ദൈവമക്കൾ. ഓ വി ഹീൽ ഇൻ പവർ. ഈ ശബ്ദമൊന്നും പോരാ, ഈ ശബ്ദം പോരാ, ഈ ആരാധന പോരാ, ഈ ആരാധന പോരാ. ഒന്ന് പറക്കാൻ, ഒന്ന് പറക്കാൻ, ഒന്ന് ആത്മാവിൽ പറക്കാൻ. ആരാധന കൊടുക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. സ്തോത്രം. നിങ്ങൾ എത്രത്തോളം ആരാധിക്കുന്നു അത്രത്തോളം നിങ്ങൾ നിങ്ങളായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ ആരാധിച്ച ഈ പ്രമാണം പോലെ ആരാധിക്കണം. കൃപയുള്ളിടത്ത് ആരാധിക്കണം. ബന്ധനം നിന്നെ തൊടുകയില്ല, ബന്ധനം നിന്നെ തൊടത്തില്ല, പാപം നിന്നെ തൊടത്തില്ല, രോഗം നിന്നെ തൊടുകയില്ല. വൃത്തുത എന്താ കാരണമെന്നറിയാമോ? പുതിയത് വരുമ്പോ പഴയതൊന്ന് ഇറങ്ങണം. ഇറങ്ങിയാലേ പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് നിറയ്ക്കാറുണ്ടോ? തുരുത്തി പൊളിയും. അതുകൊണ്ട് പുതിയത് ആയാൽ പുതിയത് നിറയ്ക്കും. വായിക്കാം, താട്ട് വായിക്കാം. തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. എന്നാൽ ദൈവം അബ്രഹാമിനോട് ബാലിന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും. അവൻ നിന്റെ സന്തതി അല്ലോ എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റു, അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അയച്ചു. അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റു. ഹല്ലേലൂയ, ഈ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ആമേൻ. അടിമത്വം, അടിമക്കുട്ടി എന്ന് പറയുന്ന കുട്ടിയെയും മാതാവിനെ ഇറക്കുമ്പോ അതികാലത്തെ അബ്രഹാം ചെയ്തത് തോളിൽ കുറച്ച് വെള്ളം ഹല്ലേലൂയ പാമേ തുരുത്തിയിലോട്ടാക്കി പാത്രത്തിലോട്ടാക്കിയിരിക്കും. എന്റെ തോളിലോട്ട് വെച്ചു കൊടുത്തു. യാത്ര പുറപ്പെട്ടോ. ഇതാണ് നിന്റെ ജീവിതത്തിലെ നന്മ. സ്തോത്രം. ഒരിക്കലും മാറരുതേ, മാറരുതേ, മറക്കരുതേ. ദൈവത്തെ മുറുകെ പിടിച്ച് യാത്ര തുടർന്നാൽ നിനക്ക് മരുഭൂമിയിൽ വെച്ചും ജീവന്റെ ഉറവ തരും. മരുഭൂമിയിൽ വെച്ചും നിനക്ക് ആഹാരം തരും. മരുഭൂമിയിൽ വെച്ചും നിന്നെ പോറ്റും. മരുഭൂമിയിൽ വെച്ചും തളരാതെ നിർത്തും. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാല കരമടിച്ച് എല്ലാ നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ വേഗത്തിൽ മറ്റൊരു ഭാഗ്യത്തിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആത്മാവ് നിങ്ങളോട് ചിലരോട് സംസാരിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. ഓ ഹല്ലേലൂയ. അഴിയാത്ത ചില ബന്ധനങ്ങളൊക്കെ ഇന്ന് രാവിലെ അഴിയാൻ പോകുന്നു. അഴിയാത്ത ചില കോട്ടകളൊക്കെ ഇന്ന് പൽക്കാലം അഴിയാൻ പോകുന്നു. അഴിയാത്ത ചില ബന്ധനങ്ങളൊക്കെ ഇന്ന് പൽക്കാലം അഴിയാൻ പോകുന്നു. അഴിയാൻ പോകുന്നു, അഴിയാൻ പോകുന്നു, അഴിയാൻ പോകുന്നു. നാളുകളായി നിന്റെ കുടുംബത്തിനെതിരെ ഹല്ലേലൂയ നിന്റെ പരിസരത്ത് തന്നെ നിനക്ക് അനുകൂലമായി ഇല്ല, ചിലത് പ്രതികൂലമായി ഇരുന്നു കൊണ്ട് ശത്രു നിനക്കെതിരെ അടിച്ച ചില ആണികൾ ശത്രു ആമേൻ. അതെ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. യഹോവയായ ദൈവം ഭൂമിയും ആകാശത്തെയും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഉൽപ്പത്തി വിവരം വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നതുമില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. നിനക്ക് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വെച്ചു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. നാം ഇവിടെ ഇതൊന്നും പഠിക്കുവാനോ ഇതിനൊന്നും ശ്രദ്ധ കൊടുക്കുവാനോ തയ്യാറാകത്തില്ല. നാം ഇവിടെ നമ്മുടെ ഹെഡ് വെയിറ്റ്, നമ്മുടെ സോഴ്സ്, നമ്മുടെ ആംബിയർ, നമ്മുടെ ഹൈബാൾട്ട് ഇതൊക്കെ കാണിച്ചാണ് പലരും ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം. നീ ഒരു കുടിലിനകത്താണ് ആരാധിച്ചാലും യേശു നിന്നോട് കൂടെ ഇരിക്കും. എങ്ങനത്തെ ആരാധന? ആത്മാവിന്റെ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നിയോടെ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് ആരാധനയാണ്. നമുക്ക് വേറൊന്നും ദൈവത്തിന് കൊടുത്ത് പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ആരാധന കൊടുത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ആ ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മെ എന്ത് ചെയ്യും? വിടുവിച്ച് അനുഗ്രഹിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ ഉറവിടമായ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ തന്നെ ഇടയാകും. ഹല്ലേലൂയ. ആ ദൈവത്തിന് ഇന്ന് പോൽക്കാലം നമുക്ക് മഹത്വം കരകയറ്റാം. ആ പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞ് കടന്നു വരാം. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. നമുക്ക് വേഗത്തിൽ ഒരു വാക്യത്തിൽ കൂടി വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്യും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. സാധാരണ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് കരോള് വരുമ്പോഴാണ് കേൾക്കുന്നത്, അല്ലെ? കരോള് വരുമ്പോ അവരിതിനെ ഒന്നിനെ ഹല്ലേലൂയ കൊണ്ടങ്ങ് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ അർത്ഥം അവർക്കറിയത്തില്ല. ഹല്ലേലൂയ. ആധിപത്യം എന്ന് പറഞ്ഞാൽ ലോകം, പാപം, പിശാച് ഒരു മനുഷ്യന്റെ തോളിൽ ഏറ്റിവെച്ച ചുമടാണ്. ഹല്ലേലൂയ. ഇത് എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും അറിയത്തില്ല. ഇത് ഇറങ്ങുന്ന ഒരു സമയമാണ്. എപ്പോഴാണ്? ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ. ഹല്ലേലൂയ. അതിനെയാണ് വേദപുസ്തകം പുഷ്ടി നിമിത്തം നുകം തകരപ്പെടും എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. പുഷ്ടി വരുമ്പോൾ നുകം തകരപ്പെടും. ഈ നുകം തകരണമെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന ഹോളി സ്പിരിറ്റ് വരണം. ഹോളി സ്പിരിറ്റ് വരുമ്പോൾ അടയാളത്തോടെ വരും. അത് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയോടെ വരും. ആ ഭാഷയോടെ വരുമ്പോൾ ചില നുകം തോളിൽ നിന്ന് ഇറങ്ങുവാൻ ഇടയാകും. ഇന്ന് പൽക്കാലം ചില നുഖങ്ങൾ ഇറങ്ങുവാൻ വേണ്ടി ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭ ഉണർന്ന് പ്രാർത്ഥിച്ചാട്ട്, ആത്മാക്കൾ ഉണർന്ന് പ്രാർത്ഥിച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ചില മിനിറ്റുകൾ സമയം വേർതിരിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പൽക്കാലം ചില നുഖം നിങ്ങളുടെ തോളിൽ നിന്ന് കർത്താവ് ഇറക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു.
എല്ലാവരും ആരാധിച്ചാട്ട്, എല്ലാവരും ആരാധിച്ചാട്ട്. ഓ റിബന ഘടകമന ശ്രീബൽ ഖബനം ഘടക മനക രഗനെ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഇപ്പോൾ തന്നെ ദുഃഖം തകളിൽ തോളിൽ നിന്ന് ഇറങ്ങുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ആരാധിക്കുമ്പോ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാ. ദൈവത്തോടൊരു ബന്ധം സ്ഥാപിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാ. ഓ, ലോകത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ നിന്റെ അകം കണ്ണ് പ്രകാശിക്കത്തില്ല. ഉടമാ രഗന ഘടകം വൈഡമാന ഘടകസി റീബൽ ഖബാന ഘടകൽ പ്രവിഡിമാന ഘടകൽ കനാരിയ. ഇന്ന് പൽക്കാലം ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു, ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് എവിടെയെല്ലാം വെച്ച് നമ്മളെ വേദനിപ്പിച്ചോ, എവിടെയെല്ലാം ശത്രു ഹല്ലേലൂയ നമ്മെ വേദനിപ്പിച്ചോ, അവിടെയെല്ലാം ദൈവം നമ്മളെ വളർത്ത്, അവിടെയെല്ലാം ദൈവം വളർത്ത്. വചനം ഇങ്ങനെ പറയുന്നു, വൃക്ഷമാണെങ്കിൽ അതിന് പ്രത്യാശയുണ്ട്, അത് വെട്ടിയാലും അത് കിളുക്ക്. ഹല്ലേലൂയ. നമ്മളെ അടിമത്തത്തിലാക്കി തീർക്കുവാൻ ശ്രമിച്ച ശത്രുവിന്റെ കയ്യിൽ നിന്ന് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ശക്തിയോടെ പ്രാർത്ഥിച്ചോ, അധികാരത്തോടെ പ്രാർത്ഥിച്ചോ. ദൈവം ചിലരുടെ മേൽ come out. Wow. Yes. പോരാ, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ മാർത്താണ്ഡത്ത് ബാങ്കിൽ ജോലി ചെയ്യുന്ന നല്ല ഡിഗ്രി എടുത്തൊരു കുട്ടിയുടെ ഉള്ളിനകത്തൊരു പൈശാചിക ശക്തി പോരാടി. കളിക്കവള PPN ജംഗ്ഷനിലോ ഒരു യോഗം നടക്കുകയായിരുന്നു. 3 ദിവസം യോഗമായിരുന്നു. 3 ദിവസവും ഞങ്ങൾ തന്നെ, കർത്താവിന്റെ ദാസിയും ഞാനുമായിരുന്നു. മറ്റൊരു ദൈവദാസന്റെ നേതൃത്വത്തിലാണ്. അപ്പോ ഈ കുട്ടി ആ യോഗത്തിലേക്ക് പങ്കെടുത്തു. നല്ല ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അവളുടെ വീട് കൊലശേഖരത്താണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഒരു പാട്ട്, ഒരു ചരണം ഇങ്ങനെ കർത്താവിന്റെ ദാസി പാടി. എന്നാ പാട്ടെന്നറിയാമോ? ആടവീത്തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം, അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം, വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വാഴ്ത്തുമേ പ്രിയാനെ, ജീവകാലമെല്ലാം നീ വരൂ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്ന തൈലന്തോ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പകർന്ന തൈലന്തോ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പാഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. ഗ്ലോറി. പാഴിദൂഷി നിന്ന ഇക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ, ജീവകാലമെല്ലാം നീ വരൂ യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. അടുത്ത നമ്മൾ എഴുന്നേറ്റ് പാടുമ്പോ ഈ പാട്ടിന്റെ ഒരു ഈരടി കർത്താവിന്റെ ദാസി പാടിയതും ഈ കുട്ടി എഴുന്നേറ്റൊരു ചാട്ടം. ഞാൻ നോക്കിയപ്പോ മുട്ട ഉടച്ചെറിച്ചതുപോലെ കൈവശം പുറത്ത് ചാടി എന്റെ കാലിൽ കൂടി ഛർദ്ദിച്ച് പുറത്തു വന്നു. അഭിഷേകമുള്ള നീ പറയുന്ന വാക്ക് ചിലതിന്റെ അകത്തിരിക്കുന്ന ബന്ധനം പൊട്ടും, ചില കുടുംബത്തിന്റെ ബന്ധനം പൊട്ടും, ചില തലമുറയുടെ ബന്ധനം പൊട്ടും. അഭിഷേകമുള്ള നിന്നെ അകത്തിരിക്കുന്ന ചിലതിന് പേടിയുണ്ട്. ഉണരുക, ഉണരുക, വേഗം ഉണരുക, ബലം ധരിക്കുക. Come out, come out, come out.
ഓ റിബാല വൈഡമാന റിഗൽ ഖബന ഗഡഗസിയാന റിബൽ ഖബന വൈഡേ വന റഗലേ റഗൽ ഖബന ഗഡഗം ഉദ്ധബ റഗന വൈഡേ യേശുവിന്റെ നാമത്തിൽ മാറാ വ്യാധികളെ ദൈവം തുടച്ചു മാറ്റുകയാണ്. ഓ ചില കൈവശങ്ങൾ പോകാൻ പാട്ടിന്റെ ഒരു ചരണം മതിയായി. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എന്നാ പോണ അടുത്ത ആഴ്ച ഈ മാസം 27. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നേ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ചിലർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. റെഡി പണിയിരുന്ന ഓ റഹമ സിയാനയ റിയൽ ഖബാന യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നീ റൂഫ് ചെയ്തിട്ട്, ഹല്ലേലൂയ, റൂഫ് ചെയ്തിട്ട് റൂഫിന്റെ അടിയിൽ ഒരു വരി ഫാൻ കെട്ടി ഒരാരാധന നടത്തുന്ന കാഴ്ച ദൈവാത്മാവിനെ കാണിച്ചു. ശക്തിയോടെ ആരാധിച്ചോണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മാസി കമാ റാംധോനി സൽഖോ റഹ മസിയാന റഹ സിക്കി മനെ റഗൽ ഖമാന റാംതി മോനോ സിബ മന റഗൽ ഖമാന. നിന്റെ പേർ കൃപാവരങ്ങൾ ഇപ്പോ കിട്ടും. കൃപാവരങ്ങൾ എത്ര നിനക്ക് ആരാധിക്കാൻ പറ്റുമെങ്കിലും ആരാധിച്ചോണം. കൃപാവരങ്ങൾ ലോം സൽഖോ റിയാമിയാന. വീട്ടിനകത്ത് ഒരു ഇരുണ്ട അവസ്ഥ, ശരീരത്തിൽ പിശാചിക്കുക. നീ ഒന്ന് ആരാധിക്കാൻ ഇപ്പൊ അളവും. അത് നാളെ ഒന്നുമല്ല, അതൊക്കെ വേറെ പള്ളികളിലാ. ഇവിടെ അപ്പോഴേ ആലയത്തിന്റെ പടിയിൽ കാല് കുത്തിയാൽ മുടന്ന് നടക്കും. ഓ റബബബബബ. സ്തോത്രം. ശക്തമായി ഉണർന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം. ദൈവത്തിന് നിൽക്കാൻ താല്പര്യമുണ്ടോ? വെൽക്കം. താങ്കളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. 100% തന്റെ മേലൊരു ബ്ലസ്സിംഗ് വീഴ്ന്നിട്ടുണ്ട്. വെൽക്കം. ഓ ഞാൻ അനുഗ്രഹിക്കുന്നു. പിള്ളകളെയും കുടുംബങ്ങളെയും കുടുംബത്തെയും നാഥനെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രോപ്പർട്ടി ഭവനം എല്ലാത്തിനെയും ഞാൻ ആഹ്വാനം ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. അനുഗ്രഹിച്ചു വിടുന്നു. അനുഗ്രഹമായിരിക്കട്ടെ.